ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞതാണ്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല ബന്ധം ഉണ്ടായി അല്ലെങ്കിൽ ഇമ്രാൻഖാനെ പോലുള്ള ആൾ അവിടെ പ്രധാനമന്ത്രി ആയി വരികയും അദ്ദേഹം പവർഫുൾ ആയിരിക്കുകയും ചെയ്യണം. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം പവർഫുൾ ആയിരുന്നു. അദ്ദേഹം ചെറുതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടത്. പിന്നെ അദ്ദേഹം ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട് നേടിയിട്ടുണ്ട്. അതിപ്പോൾ മോഡി ഹിന്ദുത്വവാദികളുടെ സപ്പോർട്ട് നേടുന്ന പോലെയാണ്. ഹിന്ദുത്വവാദികളുടെ സപ്പോർട്ടില്ലെങ്കിൽ മോഡി ഇല്ല. മോഡിക്ക് എന്തൊക്കെ വിഷയം ഉണ്ടായിട്ടും കാര്യമില്ല, വോട്ട് വരണ്ടേ. അതേപോലെ തന്നെ അദ്ദേഹം ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട്, താലിബാന്റെ സപ്പോർട്ട്, അദ്ദേഹം തിരിച്ചു വരുമെന്നൊരു തോന്നലുണ്ടോ അവിടെ? അദ്ദേഹം സാധ്യതയുണ്ട്. അദ്ദേഹം ഭയങ്കര പോപ്പുലർ ഹീറോ ആണ് അദ്ദേഹം. പാകിസ്ഥാൻകാർക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ലാത്ത. പക്ഷെ അദ്ദേഹത്തെ വളർത്തിയത് പട്ടാളക്കാരായിരുന്നു. പട്ടാളം നല്ലത്, അദ്ദേഹം സ്വയം വളർന്നാണ്. ഈ സുരേഷ് ഗോപിനെ അങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെയല്ല. അദ്ദേഹം ഈ സുരേഷ് ഗോപിനെ പോലെ, ഈ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആയിരുന്ന സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. സുരേഷ് ഗോപിനെ ആളുകൾ ആദ്യം തിരിച്ചറിഞ്ഞത് ചാരിറ്റി നടത്തുന്ന ആളെന്ന് ചോദിക്കുക. അദ്ദേഹം അമ്മയുടെ പേരിൽ ഒരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയാണ് ഇദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധേയനായത്. പിന്നെ പാകിസ്ഥാൻ അഭിമാനിക്കാനൊന്നുമില്ലല്ലോ. വേൾഡ് കപ്പ് നേടിക്കൊടുത്ത് അങ്ങനെ ഹീറോ ആയി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. എന്നിട്ടും അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം അന്ന് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം ഇസ്ലാമിസ്റ്റുകളൊക്കെ അകലം പാലിച്ചിരുന്നു. പക്ഷെ അന്ന് ഇലക്ഷനിൽ അദ്ദേഹം തോറ്റുപോയി. പിന്നെ അദ്ദേഹം കുറച്ചൊരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനായി. ഈ താലിബാന്റെ ഒക്കെ സഹായം സ്വീകരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.